ضبط ضعف. നമസ്കാരം സുഹൃത്തുക്കളെ, നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്നും ഇപ്പോൾ കിട്ടുന്ന ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേലിന് നേരെ ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് ബാലസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ടെലവീവ് അടക്കമുള്ള വിവിധ നഗരമേഖലകളിലെല്ലാം തന്നെ ഒരാക്രമണം നടത്തി. ഇസ്രായേൽ തങ്ങളുടെ ഡിഫൻസീവ് സിസ്റ്റമായിട്ടുള്ള അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ ഭൂരിപക്ഷം വരുന്ന മിസൈലുകളെയും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്ന വളരെ വലിയ രീതിയിലുള്ള ഒരു വാർ എസ്കലേഷൻ ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടാകും എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇറാന്റെ ഒരു ആക്രമണത്തെ അമേരിക്കൻ ഇന്റലിജൻസ് ഓൾറെഡി അതിന് ഹിന്റ് കൊടുത്തിരുന്നു, ഇസ്രായേലിന് കൊടുത്തിരുന്നു. ബാലസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേരിട്ട് ആക്രമണം നടത്താനുള്ള സാധ്യത വരും മണിക്കൂറുകളിൽ ഉണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിരുന്നു. അതും പ്രകാരം തന്നെ ഇസ്രായേൽ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തുകയും ഏത് നിമിഷവും ഇറാന്റെ ഒരു ആക്രമണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങൾ, ടെലവീവ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ സിറ്റിയിൽ പോലും വളരെ വലിയ രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും ഇപ്പോൾ കാഷ്വാലിറ്റീസിനെ പറ്റിയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളെ പറ്റിയോ ഒന്നുമുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. വരുന്ന മുറയ്ക്ക് നമ്മളത് നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇസ്രായേലിന് നേരെ ഇറാൻ ഒരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ മണ്ണിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ അമേരിക്കയും ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യും. ഇതിനകത്തേക്ക് ഒരു തേർഡ് പാർട്ടിയും കൂടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ 50,000-ൽ പരം അമേരിക്കൻ സൈനികരും അതേപോലെ തന്നെ അവരുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, അതേപോലെ തന്നെ സബ്മറൈൻസ്, ന്യൂക്ലിയർ വെപ്പൺസ് ക്യാരി ചെയ്യുന്നതായിട്ടുള്ള B-2 ബോംബർ, F-16, F-35 ഇങ്ങനെ വിവിധ തരത്തിലുള്ള അത്യാധുനിക ആയുധ സംവിധാനങ്ങളെല്ലാം തന്നെ പശ്ചിമേഷ്യയിൽ ഇറാനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ ഇൻവോൾവ്മെന്റ് ഇതിലേക്ക് കടന്നു വന്നാൽ അമേരിക്ക ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെടും. അങ്ങനെ ഇടപെട്ടാൽ ഇതൊരു തേർഡ് വേൾഡ് വാർ എന്ന ഒരു തരത്തിലേക്ക് ഇത് മാറും. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട്. നമ്മൾക്കറിയാം ഈ വിഷയങ്ങളുടെ എല്ലാം ഒരു അടിസ്ഥാനമെന്ന് പറയുന്നത് ഒക്ടോബർ 7, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കിടന്ന് ഒരു ഭീകരാക്രമണം നടത്തിയത് മൂലമാണ്. അതുകൊണ്ട് തന്നെ നഷ്ടം മുഴുവനും ഈ ഇറാൻ പ്രോക്സീസിനാണുള്ളത്. ഇപ്പോൾ ഹിസ്ബുള്ളനെ അറിയാം, ഹിസ്ബുള്ളനെയും അവർ ഓൾമോസ്റ്റ് എല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന ചിലരുടെ സങ്കുചിതമായിട്ടുള്ള ചില തീവ്രവാദ മനോഭാവത്തിൽ നിന്ന് ഉടലെടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് പശ്ചിമേഷ്യയിൽ ഇത്തരം രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താനിടയായിട്ടുള്ളത്. തീവ്രവാദം ലോകം മുഴുക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ എന്തായാലും തുടച്ചു നീക്കണം. നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ശക്തമായിട്ട് രീതിയിൽ തീവ്രവാദത്തിനെതിരെ ശക്തമായ ഒരു നിലപാടാണ് എടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ന് ഇസ്രായേലിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന് കംപ്ലീറ്റ് സപ്പോർട്ട് കൊടുത്തതായിട്ടും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇത് തീർച്ചയായും തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ്. ഈ നീക്കം ഫലപ്രദമായി തന്നെ തീരും എന്ന് നമുക്ക് വിലയിരുത്താം.